أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم والصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت خيلتي أدركني يا رسول الله يا أحد يا صمد يا فرد حسبي ربي الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد فالعاقبة للمتقين സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, വാത്സല്യനിധികളായ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിലാണ് നാം നിലകൊള്ളുന്നത്. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ മാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിവസത്തിൻ്റെയും ഈ മാസത്തിൻ്റെയും ബർക്കത്ത് കൊണ്ട് നമ്മളുടെ ഹലാലായ ഉദ്ദേശങ്ങൾ, മുറാദുകൾ അല്ലാഹു പൂർത്തിയാക്കി തരുമാറാവട്ടെ. അതുപോലെ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ ഹലാലായ ഉദ്ദേശങ്ങൾ അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കുമാറാവട്ടെ. പലരും കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ്. അവിടെ കടങ്ങൾ വീട്ടുവാനുള്ള വഴികൾ അല്ലാഹു തുറന്നു കൊടുക്കുമാറാവട്ടെ. അതുപോലെ പലരും രോഗികളാണ്. അവിടെ രോഗങ്ങൾ അല്ലാഹു ശിഫാഹ് നൽകുമാറാവട്ടെ. അതുപോലെ മക്കളില്ലാതെ വിഷമിക്കുന്ന സഹോദരിമാർ, അവർക്ക് സ്വാലിഹത്തായ മക്കളെ അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ഉള്ള മക്കൾ അല്ലാഹു സ്വാലിഹീങ്ങളുടെ കൂടെ ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. വിവാഹപ്രായമെത്തിയ യുവതി യുവാക്കന്മാർ അനുയോജ്യമായ ഇണകളെ അല്ലാഹു നൽകുമാറാവട്ടെ. അതുപോലെ നമ്മുടെ ഉസ്താദുമാർ അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും പ്രദാനം ചെയ്യുമാറാവട്ടെ. ദീനിനെ ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് നമ്മുടെ ഉസ്താദുമാർക്ക് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇവിടെ ആഖിബത്തൊക്കെ അല്ലാഹു നന്നാക്കി കൊടുക്കുമാറാവട്ടെ. അതുപോലെ നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ സന്താനങ്ങൾ, സഹോദരിമാർ, കൂട്ടുകുടുംബാദികൾ ഒക്കെ അല്ലാഹു ആഫിയത്തും ആരോഗ്യവും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, ജ്യേഷ്ഠാനുജന്മാർ, സഹോദരിമാർ, അങ്ങനെ പലരും നമ്മളുടെ നാടുകളിൽ നിന്ന്, മഹല്ലത്തുകളിൽ നിന്നൊക്കെ വിട പറഞ്ഞു പോയ എല്ലാ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവിടെ ഖബർ അല്ലാഹു കണ്ണെത്താ ദൂരം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവർക്ക് സ്വർഗീയ പദവികൾ അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെയും നമ്മളെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അവ്വലീങ്ങളെ കൂട്ടത്തിൽ ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. മുത്തുമോമിനീങ്ങളെ, ആദ്യം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ പറഞ്ഞു തന്ന ദിക്റുകളൊക്കെ, ഇതിൻ്റെ മുമ്പത്തെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞ ദിക്റുകൾ നമ്മൾ വ്യാഴാഴ്ച, തിങ്കളാഴ്ച രാവിലെ, വെള്ളിയാഴ്ച രാവിലെയൊക്കെ ചൊല്ലുന്ന സ്വലാത്തിലെ ദിക്റുകളാണ്. അതിൻ്റെ മഹത്വമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഇതെല്ലാവരും ചൊല്ലാൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് വെള്ളിയാഴ്ച രാവിലെ, തിങ്കളാഴ്ച രാവിലെ, എപ്പോൾ വേണമെങ്കിലും നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാവുമ്പോൾ ഒക്കെ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ആ ദിക്റുകളൊക്കെ നിങ്ങൾ ഇഖ്ലാസോടു കൂടി നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ
അതിന് മഹത്തായ പ്രതിഫലം അള്ളാഹു നിങ്ങൾക്ക് നൽകും ഇൻഷാ അല്ലാഹ്. ഒരുപാട് ആളുകൾക്ക് പ്രതിഫലം കിട്ടിയിട്ടുണ്ടെന്ന് മഹാന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് ചൊല്ലിയവർക്കൊക്കെ ഒരുപാട് മഹത്വങ്ങൾ നൽകിയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് സൂഫി വര്യന്മാരൊക്കെ ചൊല്ലിയിരുന്ന, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരൊക്കെ ചൊല്ലിയിരുന്ന മഹത്തായ അള്ളാഹുവിൻ്റെ ഇസ്മുകൾ ചേർന്ന ദിക്റുകളാണ്. അതുകൊണ്ട് നമ്മളും ജീവിതത്തിൽ ഇത് പകർത്താൻ ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല ജീവിതത്തിൽ ഇത് പകർത്താനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാവട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നല്ല അറിവുകളുമായി നിങ്ങളിലേക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടിയാണ്. അതുപോലെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതൊക്കെ നമ്മൾ അറിയാതെ ചെയ്യുന്ന നിഅമത്തുകളാണ്. നമ്മളെ കൊണ്ടൊരാൾ ഒരു ദിക്ർ ചൊല്ലിയാൽ അതിൻ്റെ പ്രതിഫലം നമ്മളിലേക്ക് എത്തും ഇൻഷാ അല്ലാഹ്. എല്ലാവരും ശ്രമിക്കുക ഇൻഷാ അല്ലാഹ്. ഒരുപാട് നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ സൽക്കർമ്മം അതിനാളെ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ മഹാന്മാരെ നമുക്ക് പറഞ്ഞു തരാറുണ്ടല്ലോ. ഉസ്താദുമാരെല്ലാവരും പറയുന്ന ഒരു വാക്കാണ്, നമ്മൾ ചെയ്യുന്ന ചെറിയ സദക്ക കൊണ്ടുപോലും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അതുപോലെ നമ്മൾ ചെയ്യുന്ന ഒരു നിഅമത്താണ് മറ്റുള്ളവരിലേക്ക് നമ്മൾ ഷെയർ ചെയ്തു കൊടുക്കുന്ന ദിക്റുകൾ, സ്വലാത്തുകളൊക്കെ. അപ്പോൾ ഈ ദിക്റെല്ലാവരും നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇൻഷാ അല്ലാഹ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് അതിമഹത്തായ ഒരു ദിക്റാണ്. ജീവിതം വഴിമുട്ടുമ്പോൾ, ചിലപ്പോഴൊക്കെ ജീവിതം ഞാൻ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകാറുണ്ട്. ചിലപ്പോൾ നമ്മൾ ജീവിതത്തിൽ നാം വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകാറുണ്ട്. ആരും ഒപ്പമില്ലെന്ന് പൂർണ്ണമായും ഒറ്റപ്പെട്ടു പോയെന്നും തോന്നിപ്പോകുന്ന നിമിഷങ്ങൾ നമുക്കുണ്ടാകാറുണ്ട്. അങ്ങനെയുള്ള സമയത്ത് ചൊല്ലാൻ പറ്റിയ അതിമഹത്തായ ഒരു ദിക്റാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത്. അത്തരം നിമിഷങ്ങളിൽ ഹൃദയത്തിൻ്റെ ആയങ്ങളിൽ നിന്ന് പ്രപഞ്ചനാഥനെ വിളിച്ച് നമുക്ക് പറയാം, യാ അഹദു യാ സമദു യാ ഫർദു ഹസ്ബി റബ്ബി, യാ അഹദു യാ സമദു യാ ഫർദു ഹസ്ബി റബ്ബി. ഈ ദിക്ർ നമ്മൾ ചൊല്ലുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് മഹത്വങ്ങളുണ്ട്. അതുപോലെ അവൻ ഏകനാണ്, സർവചരാചരങ്ങൾക്കും അഭയകേന്ദ്രമായവനാണ്, സമാനതകളില്ലാത്തവനാണ്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന എൻ്റെ നാഥൻ മാത്രം മതി എനിക്ക് തുണയായി. ആ ഒരു ചിന്ത നൽകുന്ന, സമാധാനം നൽകുന്ന മറ്റൊന്നിനും നൽകാനാകില്ല. ഈ ദിക്റിന് മറ്റൊന്നും നമുക്ക് നൽകാനാകില്ല. അതുപോലെ ഭാരപ്പെട്ട നിമിഷങ്ങളിൽ മനസ്സുകൾക്ക് ഈ വരികൾ ആശ്വാസമാകട്ടെ. നാഥൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ദിക്ർ വളരെ മഹത്വമുള്ള ഒരു ദിക്റാണ്. യാ അഹദു യാ സമദു യാ ഫർദു ഹസ്ബി റബ്ബി. അതുപോലെ തീർച്ചയായും നമ്മൾ ഈ ദിക്ർ നിങ്ങൾ മനഃപ്പാഠമാക്കുക. രാത്രിയൊക്കെ കിടക്കുമ്പോൾ മനസ്സിലിങ്ങനെ ചൊല്ലുക. ഏത് സമയത്തും നമുക്ക് ഈ ദിക്റുകൾ ചൊല്ലാൻ സാധിക്കും. ഇതിന് പ്രത്യേക സമയങ്ങളൊന്നും മഹാന്മാർ നിർദ്ദേശിച്ചിട്ടില്ല. എന്നാലും നമ്മളുടെ ദുആകളൊക്കെ നമ്മൾ എപ്പോഴും ദുആ ചെയ്യുന്നവരാണ്. ആ ദുആയുടെ കൂട്ടത്തിലൊക്കെ ഈ ദിക്റുകളും ഉൾപ്പെടുത്തുക. അതുപോലെ ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ, സുബഹിക്ക് ശേഷം, തഹജ്ജുദിൻ്റെ സമയത്തൊക്കെ ചൊല്ലിക്കൊണ്ട് ദുആ ചെയ്യാം. നമ്മളെ ദുആകളൊക്കെ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ.
നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു തീർത്ത് സലാമത്ത് നൽകുമാറാവട്ടെ. ഈ ദിക്ർ പരമാവധി നിങ്ങൾ എല്ലാവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ലത് പറയാനും നല്ലത് കേൾക്കാനും അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. എല്ലാ ദിവസവും നമ്മൾ തെറ്റിലേക്ക് പോകുന്നവരാണ് മനുഷ്യരായ നമ്മൾ. അതിൽ നിന്നൊക്കെ വിട്ടുനിന്ന് ഇലാഹിയായ ജീവിതത്തിൽ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇൻഷാ അള്ളാഹ് അടുത്ത ദിവസം മനോഹരമായ ഒരു സലാത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.